അല്ലെ നമ്മൾ തട്ടിപ്പോന്ന് പറയാം. എത്ര ലോങ് നമ്മൾ നേരെ വന്ന് തട്ടുന്നത്? ആകാശത്തേക്ക് വെടിവെച്ചു അയാൾ ചെയ്യുന്ന അതേ ഇമ്പാക്റ്റിൽ തറച്ച് കയറും. മഴത്തുള്ളി അത്രയും ഉയരത്തുനിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് പറഞ്ഞ പോലെ ആണെങ്കിൽ അവിടെയും ഇതേ സംഭവം നടക്കണ്ടേ? പിന്നെ അപ്പോൾ മാത്രം നമുക്ക് എന്തിനാ ഈ പെയിന് ഫീൽ ചെയ്യുന്നത്? ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു ട്രെയിൻ വന്നു, അപ്പോൾ പെയിന് കൂടും. അതെ, ഇൻട്രസ്റ്റിംഗ്. എടാ ശരിക്കും അല്ലേ ഈ മഴത്തുള്ളിയൊക്കെ എത്ര ദൂരത്തുനിന്ന് നമ്മളെ വിലക്ക് തട്ടുന്നത്? അപ്പോൾ ഇത്രയും ലോങ് അല്ല ഇത്രയും ദൂരത്തുനിന്ന് ഈ മഴ അല്ലെ മഴത്തുള്ളി നമ്മളെ വില തട്ടുമ്പോൾ നമുക്ക് നല്ല വേദനയുണ്ടല്ലേ? ഒരു ബുള്ളറ്റൊക്കെ നമ്മളെ നേരെ ഫയർ ചെയ്യിപ്പിച്ച് എന്ത് സംഭവിക്കും? ആ സാധനം വന്ന് നമ്മൾ തട്ടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നല്ല വേദനയാവും. അപ്പോൾ ശരിക്കും ഒരു അല്ലെ നമ്മൾ തട്ടിപ്പോന്ന് പറയാം. അപ്പോൾ അതേപോലെ തന്നെ ഈ മഴത്തുള്ളി എത്ര ലോങ് നമ്മളെ നേരെ വന്ന് തട്ടുന്നത്? അപ്പോൾ ഇത് ഗ്രാവിറ്റീൻ്റെ എഫക്റ്റ് കാരണം നമുക്ക് നല്ല വേദനയുണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ തട്ടിപ്പോണ്ടല്ലേ ഈ ഒരു സാധനം കേസ് നടന്നാൽ? എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നില്ല? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ആകാശത്തേക്ക് ഒരു ഗൺ ഫയർ ചെയ്തു നിന്നിരിക്കുക, ആകാശത്തേക്ക് വെടിവെച്ചു. അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ ബുള്ളറ്റ് എന്ത് ചെയ്യും? ഇതിന് പോകാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റിലേക്ക്, ഏറ്റവും കൂടിയ ഉയരത്തിലേക്ക് ഇത് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് സീറോ ആവും. ആ ബുള്ളറ്റ് എന്ത് ചെയ്യും? അവിടെ നിൽക്കും. അതായത് നമ്മുടെ ഗ്രാവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഈ ബുള്ളറ്റിനെ പുള്ള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പുള്ള് കൊണ്ട് ഇതിൻ്റെ വെലോസിറ്റി മുകളിലേക്ക് പോകാനുള്ള വെലോസിറ്റി കുറഞ്ഞ് സീറോ ആവും. അങ്ങനെ സീറോ ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് താഴേക്ക് വീഴാൻ തുടങ്ങും. അങ്ങനെ താഴേക്ക് വീഴുമ്പോൾ നോർമലി ഈ ഗ്രാവിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് പുള്ള് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താ? ഈ ബുള്ളറ്റിൻ്റെ സർഫസിലേക്ക് എത്തുന്ന സമയത്ത് ഏകദേശം നമ്മുടെ ഈ ഗൺ ഫയർ ചെയ്യുമ്പോഴുള്ള ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയിലെ ആ വെലോസിറ്റിയിൽ തന്നെയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ സർഫസിൽ എത്തേണ്ടത്. പക്ഷേങ്കിൽ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈ ബുള്ളറ്റ് നമ്മൾ അദ്ദേഹത്തെ കൊണ്ടു കഴിഞ്ഞാൽ ശരിക്ക് ഫയർ ചെയ്യുന്ന അതേ ഇമ്പാക്റ്റിൽ തറച്ച് കയറും. പക്ഷേങ്കിൽ അങ്ങനെ ഒരിക്കലും കയറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലൂയിഡ്സിന് അല്ലെങ്കിൽ ദ്രവങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. ആ ദ്രവത്തിലൂടെ മൂവ് ചെയ്യുന്ന ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും മോഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ദ്രവത്തിനുണ്ട്. അതായത് ഇപ്പോൾ തിരിച്ചു വരുന്ന ബുള്ളറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഒരു മഴത്തുള്ളിയാണെന്ന് വിചാരിക്കാം. മഴത്തുള്ളി അത്രയും ഉയരത്തുനിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് ഇതിൻ്റെ താഴേക്കുള്ള മോഷൻ എപ്പോഴും എയർ എന്ത് ചെയ്യും? ഇവിടെ ദ്രവം എന്ന് പറയുന്നത് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എയറാണ്. എയർ എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് മേലേക്ക് ഒരു റെസിസ്റ്റൻസ് കൊടുക്കും ഇതിൻ്റെ മോഷൻ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് വെലോസിറ്റി കൂടുന്നതിന് പകരം, അതായത് ഗ്രാവിറ്റേഷൻ പുള്ള് കൊണ്ട് വെലോസിറ്റി കൂടണം. പക്ഷേങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൂടുന്നതിന് പകരം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വെലോസിറ്റി എത്തിക്കഴിഞ്ഞാൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യും. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടെർമിനൽ വെലോസിറ്റി എന്ന് പറയും. ഈ ടെർമിനൽ വെലോസിറ്റിയിലായിരിക്കും പിന്നെ ഈ മഴത്തുള്ളി ആണെങ്കിലും അല്ലെങ്കിൽ തിരിച്ചു വീഴുന്ന ബുള്ളറ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത് ഈ ടെർമിനൽ വെലോസിറ്റിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ മഴത്തുള്ളി നമ്മുടെ ദേഹത്ത് പതിക്കുമ്പോൾ ഒരു ബുള്ളറ്റിൻ്റെ ഒരു വെടിയുണ്ടോ അല്ലെങ്കിൽ ഒരു കല്ല് വന്ന് വീഴുന്ന പോലത്തെ ഒരു ഇഫക്റ്റൊന്നും ഇല്ലാത്തത് ഇതുകൊണ്ടാണ്. പക്ഷേ അല്ലേ നമ്മളിപ്പോൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, നമ്മൾ വെള്ളം അല്ലെങ്കിൽ മഴത്തുള്ളി നമ്മളെ മേലെ അടിക്കുമ്പോൾ നല്ല വേദനയാവും. നല്ല വേദന പറഞ്ഞാൽ ലൈക്ക് തൊലിയൊക്കെ പൊളിഞ്ഞു പോകുന്ന സ്പീഡ് കൂടുന്നു തോറും നമ്മളെ വണ്ടി എത്രത്തോളം നമ്മൾ ആക്സിലേറ്റ് ചെയ്യുന്നോ അത്രത്തോളം എന്ത് ചെയ്യും? നമുക്ക് പെയിന് കൂടും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ശരിക്കും ഇപ്പോൾ പറഞ്ഞ പോലെ ആകുമ്പോൾ എയർ എന്താണ്? ഒരു ഫ്ലൂയിഡാണ്. അപ്പോൾ എയർ ഈ സ്പീഡ് കുറയ്ക്കുന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ അവിടെയും ഇതേ സംഭവം നടക്കണ്ടേ? പിന്നെ അപ്പോൾ മാത്രം നമുക്ക് എന്തിനാ ഈ പെയിന് ഫീൽ ചെയ്യുന്നത്? അവിടെ എന്തോ ഒരു വ്യത്യാസം, എന്തോ സംഭവം ഉണ്ടല്ലോ, അതെന്താണ്? അതായത് ഇവിടെ ഈ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ല, അവിടെ ഈ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഒരു ട്രെയിനിൽ സഞ്ചരിക്കാമെന്നിരിക്കുക, ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു ട്രെയിൻ വന്നു. അപ്പോൾ ശരിക്കും ഓപ്പോസിറ്റ് വരുന്ന ട്രെയിനിൻ്റെ സ്പീഡ് ആയിരിക്കില്ല നമുക്ക് ഫീൽ ചെയ്യാം. അതായത് അവിടെ നമ്മുടെ ട്രെയിനിൻ്റെ സ്പീഡും ഓപ്പോസിറ്റ് വരുന്ന ട്രെയിനിൻ്റെ സ്പീഡും കൂടെയുള്ള ഒരു മൊത്തം വെലോസിറ്റി ഇല്ലേ, അത് നമുക്ക് ഫീൽ ചെയ്യും. ഇതിനാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മുടെ മഴത്തുള്ളിക്ക് എന്തുണ്ട്? ഒരു ടെർമിനൽ വെലോസിറ്റി ഉണ്ട്. ആ ടെർമിനൽ വെലോസിറ്റിയിൽ നമ്മുടെ നേരത്തേക്ക് വരുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു വെലോസിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു സമ്മായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ പെയിന് കൂടും അവിടെ. അപ്പോൾ മഴത്തുള്ളിയുടെ ടെർമിനൽ വെലോസിറ്റി മാത്രമല്ല, നമ്മുടെ ബൈക്കിൻ്റെ വെലോസിറ്റിയും കൂടെ ആഡ് ആവും. അതുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കൂടുതൽ പെയിന്. നോർമൽ മഴത്തുള്ളി ഇപ്പോൾ കൊള്ളുന്ന പോലെ കൊള്ളു കഴിഞ്ഞാൽ നമുക്കൊരു വേദന ഇല്ലാത്തത്. അതെ, ഇൻട്രസ്റ്റിംഗ്.